നമസ്കാരം, ശ്രീജേഷാണ്, ഫ്രണ്ട്സ് അക്കാദമി. വയർമാൻ പെർമിറ്റ് എടുത്തവർ നിങ്ങൾ ഒരു കോൺട്രാക്ടർ കീഴിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് സി ക്ലാസ്സിനെ കുറിച്ചോ ബി ക്ലാസ്സിനെ കുറിച്ചോ ചിന്തിക്കാൻ കഴിയുള്ളൂ. പല ആളുകൾക്കും ഇതിനെക്കുറിച്ച് ധാരണ ഇല്ലാത്തതിൻ്റെ ഒരു കാരണം കൊണ്ട് എല്ലാവരും വയർമാൻ പെർമിറ്റ് എടുക്കുന്നുണ്ട്, അത് രജിസ്റ്റർ ചെയ്യാതെ കയ്യിൽ വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ ITA കഴിഞ്ഞവരിലേക്ക് എത്തിക്കണം. നിങ്ങൾ ITA കഴിഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ITA കഴിഞ്ഞ് വയർമാൻ പെർമിറ്റ് എടുത്തിട്ട് രജിസ്റ്റർ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് സാമ്പത്തികമാണ് തടസ്സമെങ്കിൽ അതിനുള്ളൊരു വഴിയാണ് നമ്മൾ ഒരുക്കുന്നത്. നമ്മുടെ ക്ലാസ്സിന് വന്ന് ബി ക്ലാസ് സൂപ്പർവൈസർ പരീക്ഷ എഴുതി പാസ്സായ ആളുകളുടെ കീഴിൽ നമുക്ക് ഏകദേശം 350-ലധികം ഒഴിവുകൾ ഇന്നത്തെ അവസ്ഥയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കീഴിൽ ITA കഴിഞ്ഞ ആളുകളെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം എന്നവർ പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ട പേയ്മെൻറ്റ് അവർ 6 മാസം കൊണ്ട് അടച്ചു തീർത്താൽ മതി. മെയ് 30 മുന്നേ അവർ അഡ്മിഷൻ എടുക്കണം. അപ്പോൾ വയർമാൻ പെർമിറ്റ് എടുത്തത് കൊണ്ട് മാത്രം കാര്യം ഇല്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാവുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 2 വർഷം തികഞ്ഞാൽ ഈ ITA കഴിഞ്ഞവർക്ക് ബി ക്ലാസ് സൂപ്പർവൈസർ പരീക്ഷ എഴുതാം. ബി ക്ലാസ് സൂപ്പർവൈസർ എന്ന് പറഞ്ഞ പോസ്റ്റിൻ്റെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ കേരളത്തിലാണെങ്കിലും കേരളത്തിന് പുറത്താണെങ്കിലും നല്ല വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റാണ് ബി ക്ലാസ് സൂപ്പർവൈസർ. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി. അതേപോലെ തന്നെ ഇനി നിങ്ങൾ ചെയ്യുന്ന ജോലികൾ ഇലക്ട്രിക്കൽ സംബന്ധമായ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുകയാണെങ്കിൽ 3 വർഷം തികഞ്ഞാൽ രജിസ്റ്റർ ചെയ്ത് 3 വർഷം തികഞ്ഞാൽ അവർക്ക് സി ക്ലാസ് ലൈസൻസ് എടുക്കാൻ കഴിയും. ആ സമയത്ത് 10,000 വാട്ട്സിന് താഴെയുള്ള എല്ലാ ജോലികളും അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും. ബി ക്ലാസ് ആണെങ്കിൽ 60% മാർക്കോട് കൂടി പാസ്സായാൽ ആദ്യം തന്നെ 50 kW സൂപ്പർവൈസറി ലൈസൻസ് ലഭിക്കും. ഈ സൂപ്പർവൈസറി ലൈസൻസിൻ്റെ കൂടെ ഉള്ള ഒരു കോമ്പിറ്റൻസി സർട്ടിഫിക്കറ്റിന് ഗൾഫ് രാജ്യങ്ങളിലും നല്ല വാല്യൂ ഉണ്ട്. അതുകൊണ്ട് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുക. രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം ചെയ്യുക. സാമ്പത്തികം നിങ്ങൾക്കൊരു തടസ്സം ആവില്ല. അപ്പോൾ നമ്മൾ മെയ് മാസം 30 അഡ്മിഷൻ എടുക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.